ജെൻസി പറയൂ ജെൻസി. രണ്ട് ചോദ്യമാണുള്ളത്. ഒന്നാമത്തെ കാര്യം ശശികല ടീച്ചറോടാണ് ചോദിക്കാനുള്ളത്. ടീച്ചർ പറഞ്ഞു വിശ്വാസികൾക്ക് ഭരണം വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ശബരിമല കംപ്ലീറ്റ് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോ തന്നെ കാണുന്നുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും ആരാധനാലയങ്ങളെ ബേസ് ചെയ്തിട്ട് വർഗീയ ധ്രുവീകരണം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് വിശ്വാസികളെ ഏൽപ്പിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ വിശ്വാസികളായതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു കൊള്ള നടക്കാണ്ടിരിക്കുമോ? അതൊരു ചോദ്യം. ടീച്ചർ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? ടീച്ചറെ മറുപടി. എനിക്ക് ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് വിശ്വാസികളുടെ ധ്രുവീകരണം ഉണ്ടാകും. കാരണം അവിടെ വിശ്വാസികളല്ലേ ചെല്ലുക. അതിനപ്പുറം എന്താണ് കുട്ടി ഉദ്ദേശിച്ചത്? ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വർഗീയ ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു ആരാധനാലയത്തിൽ ആ ആരാധന വിശ്വസിക്കുന്ന ആളുകളായിരിക്കും ചെല്ലുക. അവരൊരു ധ്രുവീകരണം അവിടെ സംഭവിക്കും. അവർ ചിലപ്പോൾ അവിടെ പാടിയെന്ന് വരും, അവർ ചിലപ്പോൾ അവർ പ്രഭാഷണം നടത്തിയെന്ന് വരും, ചിലപ്പോൾ സപ്താഹം വായിച്ചു എന്ന് വരും, അല്ലെങ്കിൽ അതിനപ്പുറം എന്താണ് ഈ ആരാധനാലയങ്ങൾ വർഗീയ ധ്രുവീകരണം എന്ന് എനിക്കറിയില്ല. നേരത്തെ തന്നെ മാം പറഞ്ഞായിരുന്നു കക്ഷി രാഷ്ട്രീയം ഇതൊക്കെ മാറി ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, നിയമമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സുതാര്യമായിട്ട് നടക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നിർമ്മിച്ചേക്കുന്നത്. അല്ല, ഓഡിറ്റ് ചെയ്യാനല്ല ദേവസ്വം ബോർഡ്, ഭരിക്കാനാണ് ദേവസ്വം ബോർഡ്. ഞങ്ങൾ പറയുന്നത് ഓഡിറ്റ് ചെയ്യാൻ സർക്കാർ വേണം, നിയമനിർമ്മാണം ചെയ്യാൻ സർക്കാർ വേണം. നിയമനിർമ്മാണം നടത്താനും ഏതൊരു സ്ഥാപനവും അതൊന്ന് വിശദമാക്കി പറഞ്ഞത്, ഏതൊരു സ്ഥാപനവും നടത്തേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കു വേണ്ടിയാണോ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അവർക്കായിരിക്കണം അതിൽ നിർണായ അധികാരം. അല്ലെ, അതിലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വാർഡ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 21ാം വാർഡിലെ മെമ്പർ ആരാവണമെന്ന് ഇന്ത്യൻ പ്രസിഡന്റിനോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ തീരുമാനിക്കാൻ അധികാരമില്ല. എനിക്ക് അധികാരമുണ്ട്, കാരണം ഞാൻ അവിടുത്തെ വോട്ടറാണ്. അതുപോലെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്ര വിശ്വാസികളുടെയാണ്. അവിടെ ആരാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അധികാരം മതേതരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്കല്ല. അത് വിശ്വാസികളുടെ സ്വകാര്യതയാണ്, സ്വകാര്യത തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ പൊതുസ്ഥാപനമല്ല, അത് വിശ്വാസികളുടെ സ്വകാര്യതയാണ്, വിശ്വാസികളുടെ സ്വകാര്യ സ്ഥാപനമാണ്. അവിടെ വിശ്വാസികളാണ് അത് തീരുമാനിക്കേണ്ടത്. ഒരു മുസ്ലിം ആരാധനാലയം അവർക്ക് അവിടുത്തെ മഹല്ല് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ അവർക്ക് തീരുമാനിക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആരാധനാലയം തീരുമാനിക്കാമെങ്കിൽ ഹിന്ദുക്കൾ മാത്രം ആരാധനാലയങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ശേഷിയില്ലാത്തവരാണെന്നും അവർ മാത്രം അഴിമതി നടത്തുന്നവരാണ് എന്നുള്ളൊരു ധാരണ വരുത്തി. അല്ല, അങ്ങനെ അല്ല, അതിന്റെ അർത്ഥം ദേവസ്വം ബോർഡില് ഇവിടുത്തെ സർക്കാരുകൾ വിശ്വാസികളാണ്. കാരണം ദേവസ്വം ബോർഡ് ഇങ്ങനെ രൂപീകരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ല പറയണത്, മറ്റുള്ളവർക്ക് നടത്താൻ അധികാരം ഉണ്ടെങ്കിൽ ഇത് ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിന് അധിഷ്ഠിതമായി തെരഞ്ഞെടുക്കുന്ന MLA-മാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവരുത്. കാരണം അവരാരും ഹിന്ദുക്കളുടെ മാത്രം വോട്ട് കൊണ്ടല്ല ജയിക്കുന്നത്, വിശ്വാസിയുടെ മാത്രം വോട്ട് കൊണ്ടല്ല ജയിക്കുന്നത്. അവർക്ക് ചില ട്രപ്പീസൊക്കെ കളിക്കണം, കാരണം എല്ലാവരുടെയും വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില ട്രപ്പീസൊക്കെ കളിക്കണം. അങ്ങനെ കളിക്കേണ്ടവരല്ല ഇത് നടത്തേണ്ടത്. ദേവസ്വം ബോർഡിനെ തെരഞ്ഞെടുക്കുന്നത് നിയമസഭയിലെ ഹൈന്ദവ MLA-മാരാണ്. മറ്റ് ഒരു MLA-ക്കും അല്ല, മറ്റൊരു MLA-ക്കും അവിടെ വോട്ട് ചെയ്യാൻ അവകാശമില്ല. അപ്പം ഏറ്റവും ദേവസ്വം ബോർഡ് ഞാൻ ടീച്ചറെ പറയട്ടെ, ഓരോ സംസ്ഥാനം അപ്പോ ഇവിടെ ഓരോ സംസ്ഥാനത്തും അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് ഇവിടെ കേരളത്തിൽ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയല്ല. എന്തോ ടീച്ചർ ഇത്രയും പക്വതയുള്ള ടീച്ചറല്ലേ? ടീച്ചറെയൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നതല്ലേ? തിരുപ്പതിയിലെ ഗവൺമെന്റ് ഇപ്പൊ ഇവിടെ നിന്ന് ടീച്ചർ പറഞ്ഞാൽ തിരുപ്പതിയിൽ മാറ്റം ഉണ്ടാവോ? ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ അയോധ്യയിൽ ഒരു രീതി UP ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇരുന്ന് ഒരു മാറ്റം വേണം എന്ന് ടീച്ചർ പറഞ്ഞാൽ മാറ്റം ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. ഓരോ സംസ്ഥാനത്തും ആ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് ഈ നിയമങ്ങൾ ഉണ്ടായി? ടീച്ചർ തന്നെ പറഞ്ഞല്ലോ, കവനന്റ് ആക്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. അതാണ്, അതുകൊണ്ടാണ്. അപ്പൊ അന്നുണ്ടാക്കിയ നിയമം അനുസരിച്ചാണ് ഈ ദേവസ്വം ബോർഡിനെ തെരഞ്ഞെടുക്കുന്നത്. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. വിശ്വാസികളായ ഹിന്ദു MLA-മാർ ദേവസ്വം ബോർഡ് എടുക്കട്ടെ. വിശ്വാസികളായ ഹിന്ദു MLA-മാർ ദേവസ്വം ബോർഡ് എടുക്കട്ടെ. സമ്മതമാണോ? തീർച്ചയായിട്ടും. ഈശ്വരനാമത്തിലല്ലേ സത്യപ്രതിജ്ഞ? എന്തായി പറയുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.